നമ്മുടെ സംസ്ഥാനത്തിന്റെ ഫലം എന്ന് പറയുന്നത് ചക്കയാണ് അല്ലേ. അപ്പോൾ പ്ലാവുകൾക്ക് വളരെയധികം പ്രസിദ്ധിയും പ്രശസ്തിയും ഒക്കെ നമുക്ക് ഇന്ന് കൈവന്നിരിക്കുകയാണ്. അപ്പോൾ പ്ലാവ് നമ്മുടെ കുടുംബത്തിലെ അത്യാവശ്യം വേണ്ട ഒരു മരമാണ്. അപ്പോൾ നമുക്ക് പ്ലാവിനെ കുറിച്ച് നമുക്ക് ഷിബുവിൽ നിന്ന് മനസ്സിലാക്കാം. ഷിബു, ഞങ്ങൾക്ക് കുറെ വെറൈറ്റി ഇരിപ്പുണ്ട്. ഒരു 15ഓളം ഇത് J33 എന്ന് പറയുന്ന ഒരു J33 എന്ന് പറയുന്ന ഇനമാണ്. വളരെ നല്ല വെറൈറ്റിയാണ്. ഈ വലിയ ഈ ഇരിക്കുന്ന ഈ ഒരു പ്ലാന്റൊക്കെ ഒരു 225 രൂപയുള്ളൂ. 225 രൂപയ്ക്ക് നല്ല വലിയ ചക്കയാണ്. ഒരു 20 കിലോയോളം ചക്കയുടെ സൈസ് വരും. ഒരു നീളമുള്ള ഒരു ചക്കയാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, ഈ വരിക്ക ചക്കയാണെങ്കിൽ ഇത് മാത്രമേ വറുക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാം ദശ കട്ടി കൂടുതലായിരിക്കും. ചോള കട്ടി കൂടുതലായതുകൊണ്ട് ഇത് വറുക്കാം, കറി വയ്ക്കാം, ഈ പറഞ്ഞതുപോലെ നമുക്ക് പഴുപ്പിക്കാൻ ഉപയോഗിക്കാം. ഇത് നല്ലൊരു ഫേമസ് ആയിട്ടുള്ളൊരു പ്ലാവാണ്. നല്ല ഡിമാൻഡാണ് എപ്പോഴും. അതാണ് എണ്ണത്തിൽ കൂടുതൽ ഇട്ടേക്കുന്നത്, സെയിൽ കൂടുതലുള്ളത് കൊണ്ട്. അത് മുതൽ അതുണ്ട്, 500 രൂപയ്ക്കുള്ളതുണ്ട്, 1000 രൂപയ്ക്കുള്ളതുണ്ട്, പല വെറൈറ്റി റേഞ്ച് പലതും ഉണ്ട്. ഇത് വിയറ്റ്നാം പ്ലാവാണ് ഈ ഇരിക്കുന്ന മുഴുവനും ഏറ്റവും കൂടുതൽ. അതായത് ഇപ്പം കിട്ടും അല്ലേ, വർഷം മുഴുവൻ. ഇപ്പോഴും അല്ലെങ്കിലും ഇപ്പോൾ കസ്റ്റമർക്ക് ഏറ്റവും ചോയ്സ്ഡ് ആണിത്. ഇത് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു പ്ലാവാണിത്. അതിൻ്റെ പ്രത്യേകത, ഞാൻ എൻ്റെ ഒരു മദർ പ്ലാന്റ് വെറുതെ ചുമ്മാ ഡെമോ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴും അതിനകത്ത് ഒരു 6-7 ചക്ക പിടിച്ച് കുഞ്ഞു ഡ്രമ്മിൽ നിൽപ്പുണ്ട്. നോൺ സീസണാണ്. ഇതൊക്കെ ഒരു ചക്ക തന്നെ ധാരാളം. ഇതിനൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം ഒരു 4 മുതൽ 5 കിലോ കിട്ടുള്ളൂ. നേരെ താഴെ വയ്ക്കുന്ന ഒരു 7 കിലോ വരെ വെയിറ്റ് കിട്ടും. പക്ഷേ ഒരു പ്രശ്നം, ഒരു സമയത്ത് തന്നെ ഒരു 30-40 ഒക്കെ ചക്ക ഒരുമിച്ച് അങ്ങ് പിടിക്കും. ചെടിക്ക് ഭയങ്കരമായിട്ട് ആരോഗ്യം കുറയും. അപ്പോൾ ഒരിക്കലും നമ്മളത് കുറേ അങ്ങ് ഒഴിവാക്കി കൊടുക്കണം. ആവശ്യമുള്ള ചക്ക മാത്രം 8-10 ചക്ക നിർത്തിയിട്ട് ബാക്കി ഒഴിവാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങളുടെ ഇവിടെ കായ്ച്ച പ്ലാന്റുകളൊക്കെ കായ്ച്ചതെന്ന് വെച്ചാൽ ഞങ്ങളിത് ചക്ക ഒഴിവാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്ലാവിന് ദോഷമാവുന്നതുകൊണ്ടാണ്. വെയിറ്റ് കൊണ്ട് വളയാതിരിക്കാൻ മാത്രമല്ല, ഈ ചെടി ശോഷിച്ചു പോകും. ഈ കുഞ്ഞു പ്രായത്തിൽ ഇത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാം 2 വർഷം പ്രായമുള്ള മരങ്ങളാണ്. ഇതിലൊക്കെ നിറച്ച് പിടിച്ചു തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് പൊട്ടിച്ച് കളയും. ഇതിങ്ങനെ നിർത്താറില്ല. എന്തെങ്കിലും നമ്മളെ ശ്രദ്ധക്കുറവുണ്ടല്ലോ നിൽക്കുന്നുണ്ടെങ്കിലേ മാത്രമേ ഉള്ളൂ. ഇത് ഇനി എൻ്റെ കണക്കിന് 1 വർഷം കൂടെ കഴിയണം. ഒരു 2.5 വർഷമെങ്കിലും ആവാതെ, ഒരു 6 മാസം 8 മാസം കൂടെ കഴിയാതെ പ്ലാന്റ് ഇതിലിരിക്കുമ്പോഴേ വളർച്ച അത്ര തന്നെ ഉണ്ടാവുള്ളൂ. താഴെ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് കയറിപ്പോവും. പിന്നെ ഇത് കിട്ടും. ഇതൊരു വളരെ ഫേമസ് പ്ലാവാണ്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുള്ള നല്ല പ്ലാവാണ്. നല്ല വരിക്കച്ചക്ക. നമുക്ക് വീട്ടിൽ അതെ ഒരു 5 കിലോ ആകുമ്പോഴേ ഒരു എണ്ണം മുറിച്ചാൽ നമ്മൾ ഒരു കുടുംബത്തിന് ധാരാളം മതി. അതെ അങ്ങനെയാണ്. പിന്നെ ഇതെല്ലാം ഹോം ഗ്രൗണ്ട് പ്ലാവുകളാണ്. 10 മുട്ടം വരിക്ക, ഇതൊക്കെ നല്ല പ്ലാവുകളാണ്. പിന്നെ ഇവിടെ സീഡ് ഫ്രീ ജാക്ക്, കുരുവില്ല, ഗംലെസ് പ്ലാവ്, ഇതൊക്കെ കിടപ്പുണ്ട്. പക്ഷേ ഇതെല്ലാം ഹോം ഗ്രൗണ്ട് പ്രോഡക്റ്റാണ്. ഇതൊന്നും വലുതായിട്ട് ഒരിടവും കായ്ച്ച അങ്ങനെ അധികം കണ്ടിട്ടില്ല. സീഡ് ഫ്രീയും ഈ ഗംലെസും ഒക്കെ ഇങ്ങനെ പറച്ചിൽ തന്നേ ഉള്ളൂ. ഇതിപ്പോഴും ഞാനൊരു 1000 രൂപ 1200 രൂപ ഇത്രയും വലിയ പ്ലാവ് കൊടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളും താഴെ വെച്ചിട്ടുണ്ട്, പക്ഷെ അതും ഇതുവരെയും ഈൽഡിംഗ് ഒന്നും ആയിട്ടില്ല. വലിയ ഒരു റിസൾട്ട് കിട്ടിയതായിട്ട് അറിയാനും വയ്യ. അപ്പോൾ ഈ ഇരിക്കുന്ന ഒരു വലിയൊരു ബാച്ച് മുഴുവനും അത് തന്നെയാണ്. ഈ കാണുന്ന ഈ വലിയ പൊക്കം കൂടിയ 10 അടിയോളം പൊക്കമുള്ള പ്ലാന്റുകളെല്ലാം സീഡ് ഫ്രീയും ഗംലെസും മാത്രമാണ് ഇരിക്കുന്നത് മുഴുവനും. ഇത് ഇടയ്ക്കൊരു ചെമ്പടാക്ക് എന്ന് പറഞ്ഞൊരു പ്ലാവ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ചീനി ചെമ്പടാക്കാണിത്. അതായത് ചെമ്പടാക്ക് അത്ര ഈ പഴുത്തു പോയ കൂഴ പോലെ ആയിപ്പോകുന്നതുകൊണ്ട് അതിന് ശേഷം ഇറങ്ങിയ പ്ലാവാണ്. ഇത് നല്ലതെന്നാണ് അറിവ്. ഇതിൻ്റെ വലിയ പ്ലാന്റ് എൻ്റെ അടുത്തില്ല. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഒരു സൈറ്റ്, ഈ ഒരു ഹൈറ്റ് 6 അടി 7 അടി പൊക്കമുള്ള പ്ലാവുകളേ ഉള്ളൂ. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ വിയറ്റ്നാമിൻ്റെ റെഡ് ജാക്കാണ്. വിയറ്റ്നാം സൂപ്പർ എർലിയുടെ റെഡാണ്. ഇതൊക്കെ വിയറ്റ്നാം സൂപ്പർ തന്നെയാണ്. ഹോം ഗ്രൗണ്ട് തൈക്ക് എപ്പോഴും ഡിമാൻഡാണ്. പ്രത്യേകിച്ച് ഇതാണ് നമ്മുടെ പഴയ ചെമ്പടാക്ക്. ഈ കാണുന്നതെല്ലാം അതിൻ്റെ ഇല കണ്ടില്ലേ, ഇലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇതാണ് നമ്മളെ സാധാ ചെമ്പടാക്ക്. ആ ഒരു പ്രായമൊക്കെ കായ്ക്കേണ്ട പ്ലാവുകളാണ്, നല്ല പ്രായമുള്ളതാണ്. ഇതിൻ്റെ പുറകെ ഇരിക്കുന്ന പ്ലാവുകളെല്ലാം നങ്കടാക്കാണ്. നങ്കടാക്ക്. ഈ ഇരിക്കുന്ന എല്ലാം ഹോം ഗ്രൗണ്ട് തൈകൾ തന്നെയാണ്. ഇതിൻ്റെ ഈ ചക്കയെ പറ്റി നല്ല അഭിപ്രായമാണ്. ഇത് ഞങ്ങൾക്കിവിടെ ആരും ഇതുവരെയും കള കണ്ടില്ല. എല്ലാം എനിക്കൊരു 3 വർഷത്തോളം പ്രായമുള്ള പ്ലാന്റുകളാണ് ഇരിക്കുന്ന, വലിയ പ്ലാന്റുകളെല്ലാം. വലിയ കണ്ടില്ല, ഒരു 8 അടി കൂടുതലോളം പൊക്കമുണ്ട്. വലിയ പ്ലാന്റുകളാണ്. ഇത് നമ്മളെ പഴയ തേൻവരിക്ക. അതാണ് ഇതിൻ്റെ ഇല കണ്ടാൽ അറിയാം. തേൻവരിക്കയുടെ പ്ലാന്റാണ് ഈ ഇരിക്കുന്ന മുഴുവനും.
ഇത് ഡെങ് സൂര്യ ഹോം ഗ്രൗണ്ട് തന്നെയാണ്. ടാഗൊക്കെ പൊട്ടി കുറേ പോയിട്ടുണ്ട്. ഈ ഇരിക്കുന്ന മുഴുവനും ഡെങ് സൂര്യ നല്ല ചുവന്ന കളറാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നിറമായിരിക്കും. നല്ല റെഡ് കളറായിരിക്കും. ഇതിൻ്റെ ഇല കണ്ടില്ലേ, തേൻവരിക്ക പോലെ വളരെ ചെറിയ കുഞ്ഞൻ ഇലയാണ്. ഇത് വളരെ നല്ല ഡിമാൻഡുള്ള പ്ലാവാണേ. പക്ഷേ ഇത്തി പതിയെ വളരുള്ളൂ, മറ്റേതുപോലെ ഫാസ്റ്റായിട്ട് വളരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ കുഞ്ഞു ചെടി പോലും ചക്ക പിടിച്ചു തുടങ്ങി, പ്രായമുണ്ട്. ഇതെല്ലാം മറ്റേ ഈ വലിയ പ്ലാന്റുകളിരിക്കുന്നത് അതിൻ്റെ അതേ ബാച്ചിൽ വെച്ചതാണ് ഞങ്ങൾ. എല്ലാം സിദ്ധു ജാക്കാണ്, കർണാടകയുടെ സിദ്ധു ജാക്ക്. അപ്പോൾ ഇതിനകത്ത് ഒന്ന് നോക്കിയാൽ കാണാം നിങ്ങൾക്ക്, നല്ല ഭയങ്കര കളറുള്ള ചക്കയാണിതും. സിദ്ധു ജാക്ക് ഇടയ്ക്ക് ശങ്കര എന്ന് പറഞ്ഞൊരു വെറൈറ്റി കൂടെ ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതൊക്കെ സ്റ്റാർട്ടിങ് തന്നെ 300 രൂപ പോലെ ഉണ്ട് ഇപ്പോൾ. ഇതെല്ലാം AVRK ജാക്കാണ്. AVRK ജാക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ചക്കയാണ്, നല്ലൊരു മൂവ്മെൻ്റുള്ള പ്ലാവാണ്. എനിക്കിത് കിട്ടിയ പിന്നെ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് 250-300 രൂപ മുതൽ അങ്ങോട്ട് കിട്ടാറുണ്ട്. AVRK ജാക്കാണിത്. ഇതെല്ലാം സിന്ദൂര വരിക്ക. ഈ ഇരിക്കുന്ന ഈ തറയുന്ന ഒരു എത്ര അടി, 8 അടി പൊക്കം വരും. 1200 രൂപ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ AVRK ജാക്ക് ഞാൻ നിലത്ത് വെച്ചേക്കണം കാണിക്കാം. നിലത്ത് നിൽക്കുമ്പോൾ മാവിൻ്റെ അല്ലെങ്കിൽ പ്ലാവിൻ്റെ വളർച്ച, ഇത് പക്ഷേ വളരെ വിശേഷപ്പെട്ടൊരു പ്ലാവായതുകൊണ്ട് ഇതിൻ്റെ വിവരം അറിയാനും ഇതെങ്ങനെ ഇരിക്കും എന്നറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് വെച്ചതാണ്. ഇതിൻ്റെ ഇലയൊക്കെ പൊതുവേ വേണ്ട ഒരു തരം റൗണ്ട് ഷേപ്പാണ്. മറ്റുള്ള പ്ലാവുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വലിയ ഇലകളാണ്. ഇത് നമ്മുടെ സിദ്ധു ജാക്ക്, കർണാടകയുടെ സിദ്ധു ജാക്കിൻ്റെ വലിയ പ്ലാന്റാണ്. ഇതും അതുപോലെ തന്നെ ഇത് എത്ര പ്രായം കൊണ്ട് കായ്ക്കുമെന്നും ഇതിൻ്റെ മധുരം ടേസ്റ്റ് അതിൻ്റെ കേടെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി താഴെ വെച്ച് പരീക്ഷണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ചെടിയാണ്. നമ്മുടെ പഴക്കൂടയിലെ നവാഗതർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന വിദേശ ഫലവർഗ്ഗങ്ങളുടെ ചെടികളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതെ അതെ. അവ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരുപാട് ആൾക്കാർ ഡിമാൻഡായിട്ട് ചോദിക്കുകയും ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏതെല്ലാം ഇനത്തിൽപ്പെട്ട ചെടികളാണ് ഇവിടെ ഉള്ളത്? റംബൂട്ടാൻ്റെ സെക്ഷനാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഇനി പറയാം, നമുക്ക് കുറച്ച് അധികം ഉണ്ട് അങ്ങോട്ട് നോക്കി കാണാനായിട്ട്. പല പല വെറൈറ്റികളുണ്ട്. ഇപ്പം ഇതിനകത്ത് KG10, റോങ്റിയാൻ, മൽവാന, മഹാരിക, HG ഡാലി ബാലിംഗ്, N18 റംബൂട്ടാൻ, E35, അങ്ങനെ ഒത്തിരി വെറൈറ്റികളുണ്ട് ഇതിനകത്ത്. സ്കൂൾ ബോയ്, അങ്ങനെ കുറേ എല്ലാം നല്ല വെറൈറ്റികളാണ്. എല്ലാം എൻ്റെ അടുത്തുള്ളത്. അധികമല്ല, എല്ലാ മുഴുവൻ ചെടികളും ഈ റംബൂട്ടാൻ എല്ലാം ഹോം ഗ്രൗണ്ടിൽ തന്നെയാണ് ഉള്ളത്. ബാക്കി അങ്ങോട്ട് പുറകിലോട്ട് പോയി വലിയ പ്ലാന്റുകൾ കാണാം. അപ്പോൾ അവിടെ കണ്ട റംബൂട്ടാൻ്റെ വലിയ ചെടികളാണല്ലേ? അതെ അതെ. അതിൻ്റെ എല്ലാം ഹോം ഗ്രൗണ്ടാണ്. എല്ലാത്തിലും ഓൾമോസ്റ്റ് ടാഗ് ആണ്. ഇതൊക്കെ പ്രായം ചെന്നതുകൊണ്ട് ഇതൊക്കെ 4 വർഷത്തോളമൊക്കെ പ്രായമുണ്ട്. കുറേ എണ്ണത്തിലുണ്ട്, കുറേ പോയിട്ട്. N18 ഉണ്ട്. ഈ ഇരിക്കുന്ന ഈ ചെറുതൊക്കെ ഈ കാണുന്നതൊക്കെ സ്കൂൾ ബോയ് ആണ്. പിന്നെ ഈ ഇരിക്കുന്ന ബാച്ചെല്ലാം റോങ്റിയാനാണ്. റോങ്റിയാനൊക്കെ നല്ല ഫ്രൂട്ടാണ്. റോങ്റിയാനാണ്. പിന്നെ മഹാരികയാണ് അടുത്ത് കാണുന്ന ആ ബാച്ച്. മഹാരികയുടെ ബാച്ചാണ് ഈ ഇരിക്കുന്ന 2-3 ലെയർ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മൽവാന വെറൈറ്റികളാണ്. എല്ലാ വെറൈറ്റികളും. പക്ഷേ എങ്കിലും ഈ എപ്പോഴും N18 ഡിമാൻഡ് ഇതുവരെ വേറെ ഒന്നിനും കിട്ടിയിട്ടില്ല. കാരണം അത്രയ്ക്ക് മാത്രം ഈൽഡിങ് ഉള്ളൊരു മറ്റൊരു മരമില്ല. 18 എണ്ണം എടുത്ത് വെച്ചാൽ അതെ, 18-20 കൂടുതൽ വേണം ഇപ്പോഴെങ്കിലും. പറയുന്നത് 18 എന്നാണ്. ഏതാണ്ട് എല്ലാം വലിയ മരങ്ങളും എല്ലാം. ഒരു വലിയ മരങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 3000 രൂപയ്ക്കൊക്കെ വലിയൊരു 10 അടി പൊക്കമുള്ള മരങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. 3000-1500 രൂപയ്ക്ക് എപ്പോഴും സ്റ്റോക്ക് വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം N18 അധികം സ്റ്റോക്ക് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം E35 മരങ്ങളാണ് ഈ ഇരിക്കുന്നത്. ഈ മഞ്ഞ കളറായിരിക്കും, അറിയാലോ. ഫ്രൂട്ടിൻ്റെ പുറം സൈഡ് മഞ്ഞയായിരിക്കും. പിന്നെ സീസർ 10 എണ്ണം വെച്ചാൽ 1 കിലോ വരും എന്ന് പറയുന്നില്ല, അതുണ്ട്. അതാണ് ഈ ഇരിക്കുന്ന വലിയ പൊക്കമുള്ള പ്ലാന്റ്. കാണുന്നതൊക്കെ സീസറിൻ്റെ വലിയ പ്ലാന്റാണ്. ഈ കാണുന്നതൊക്കെ സീസറിൻ്റെ ചെറിയ പ്ലാന്റുകളാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇരിപ്പുണ്ട്. ഇവിടെ നിന്ന് ഈ ഇരിക്കുന്ന ഫസ്റ്റ് ലെയർ ഇരിക്കുന്ന സീസറാണ്. അതിൻ്റെ പുറകെ കാണുന്നതൊക്കെ N18 പിന്നെ സ്കൂൾ ബോയുടെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. പുറകെ കാണുന്ന വലിയ മരങ്ങളെല്ലാം സ്കൂൾ ബോയുടെയാണ്. ഇതൊരു പുതിയ വെറൈറ്റിയാണ്. HG ഡാലി ബാലിംഗ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ മരം കണ്ട, മരത്തിൻ്റെ പ്രത്യേകത ഇത് നല്ല ചെറുതിലേ തന്നെ നല്ല ഷേപ്പാണ് മരം. മറ്റേ മരം പോലെ കോല് പോലെ പോകത്തില്ല, നല്ല ഷേപ്പാണ്. ഇതിൻ്റെ കായെപ്പറ്റി എനിക്ക് വലിയ വിവരമില്ല, പക്ഷേ അവർ പറഞ്ഞേക്കുന്നത് വളരെ നല്ല ഫ്രൂട്ടെന്നാണ്. പുതിയതായിട്ടിപ്പം അവർ ഇറക്കിയ സാധനമാണ്. വളരെ കുറച്ച് തന്നെ കിട്ടിയിട്ടുള്ളൂ. മരം എപ്പോഴും നല്ല ഷേപ്പായിട്ട് പോകുന്നുണ്ട്. അബിയുവിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നതെല്ലാം. ഒത്തിരി സാധനത്തിൽ കായ പിടിച്ചതുണ്ടാവും. അത് ഇവിടെ നിൽപ്പുണ്ട്. ഇതൊക്കെ ആഴ്ചതൊക്കെ നമുക്കൊരു 1600 രൂപ ആ റേഞ്ചിന് കൊടുക്കാം. വലിയ മരങ്ങൾ ഒരു 6 അടി 7 അടിയൊക്കെ പൊക്കമുണ്ട്. ഇതൊക്കെ നല്ല ഡിമാൻഡുള്ള ചെടികളാണ്. അത് ഒരു ഗുണം, നന്നായിട്ട് എപ്പോഴും കായ്ക്കുകയും ചെയ്യും. നല്ല ഫ്രൂട്ടാണ്, കഴിക്കാൻ കൊള്ളാം.
സ്റ്റോറേജ് കപ്പാസിറ്റി കുറവാണ്. നമ്മൾ ഉപയോഗിച്ച് അന്ന് തന്നെ കഴിക്കണം. കട്ട് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കറുത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു 300 രൂപ മുതൽ ഒരു 3000 രൂപ വിലയുള്ള ഒരു തൈകൾ വരെ ഇട്ടിട്ടുണ്ട്, വലിയ തൈകൾ. അതെ, ചെറുത് തീരെ ചെറുതല്ല, 300 രൂപ എന്നാലും ഒരു 3 അടി പൊക്കത്തിന് കൊടുക്കാം. പിന്നെ അകത്തോട്ട് ഇനി ഇതിൻ്റെയും വലിയ പ്ലാന്റുകൾ ഇട്ടിപ്പുണ്ട്. നല്ല ഒരു 8 അടി 9 അടി പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ ഇട്ടിപ്പുണ്ട് കായ്ച്ചത്. എല്ലാത്തിലും ചെറുതിൽ തന്നെ ഇതെല്ലാം കായ്ക്കും. എല്ലാം നിറച്ച് ഫ്രൂട്ടായിട്ട് ഇപ്പുണ്ട്. ഫ്രൂട്ട് ഇത് വേഗം ആവുകയും ചെയ്യും, അധികം സമയം വേണ്ട. അതിന് ഞാൻ അകത്ത് കാണിച്ചില്ലേ, അതിൻ്റെ വലിയ പ്ലാന്റുകളുണ്ടെന്ന് പറഞ്ഞില്ലേ, തായ് പിങ്ക് പേര, ഈ പറഞ്ഞ VNR, ഇതുണ്ട് ചെറുതിലേ തന്നെ കായ്ക്കും ഈ പ്ലാന്റുകളെ. അതുകൊണ്ട് VNR അകത്ത് കാണിച്ചതിൻ്റെ വലിയ പ്ലാന്റാണ്. കട്ട് ചെയ്യുമ്പോൾ ആകാൻ വെള്ള കളറായിരിക്കും. 1/2 കിലോ പേരയ്ക്ക സൈസ് വരും. ഇതൊരു ഓൾ ടൈം പേരയാണ്, തായ് പിങ്ക്. എപ്പോഴും ഫുൾ ടൈം ഫ്രൂട്ട് കാണും ഇതിനകത്ത്. ആകുന്ന കായ് പിടിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർ എടുത്തു പോകും. അടുത്ത വീണ്ടും ആയി വരുന്നുണ്ട്. ഇതാണ് ഇത് കെപ്പൽ എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. ഒരു സമയത്ത് ഹോം ഗ്രോൺ എന്ന് പറഞ്ഞ കമ്പനി ഒരുപാട് വിറ്റടിച്ചൊരു പ്ലാന്റാണ് ഇത്. അവരിപ്പോഴും അവരുടെ ടാഗിനകത്ത് തന്നെ കിടപ്പുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകൾ ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫ്രൂട്ടാണ്. കഴിച്ച് കഴിയുമ്പോൾ ഒരു 2 മാസത്തോളം നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന വിയർപ്പിന് മണമായിരിക്കും, പെർഫ്യൂമിൻ്റെ മണം വരുമെന്ന് അവകാശപ്പെടുന്ന ഒരു ഫ്രൂട്ടാണിത്. വലിയ പ്ലാന്റുകൾ കായ്ച്ച് കഴിഞ്ഞതും കായ്ച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്ലാന്റുകളുണ്ട്. ഇപ്പോൾ ഫ്രൂട്ടിങ് ടൈം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇടയ്ക്ക് 1-2 ഫ്രൂട്ട് ഇതിനകത്തുനിന്ന് കിട്ടിയുള്ളൂ. ഈ താഴെ തടിയേറ്റത്താണ് ഇത് പിടിക്കുന്നത്. താഴെ തടിയുടെ അറ്റത്തായിട്ട് പൂവൊന്നും ഇപ്പോൾ കാണാനില്ല. വലിയ പ്ലാന്റുകൾ, നല്ല കടവണ്ണം എത്തിയ വലിയ വലിയ പ്ലാന്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിപ്പോൾ നിലവിലിപ്പം ഇരിക്കുന്നത് ഒരു 3000 രൂപ മുതൽ അങ്ങോട്ടുള്ള വലിയ പ്ലാന്റുകളേ ഉള്ളൂ. അതിൽ താഴോട്ടുള്ള പ്ലാന്റ് ഇപ്പം നിലവിലില്ല. എൻ്റെ പേര് മിൽക്ക് ഫ്രൂട്ട് എന്നാണ്. ഇതിനൊരു ഇലയ്ക്കൊരു വ്യത്യാസമുണ്ട്. അടിയിലൊരു തരം ബ്രൗൺ കളറും മേളിൽ ഗ്രീനും. ഇതാണ് ഈ ചെടി. ഇതെല്ലാം തറയുന്നൊരു 8 അടി 10 അടി കൂടുതൽ പൊക്കമുള്ള ചെടികളാണ്. എല്ലാം ഇവിടെ നിന്ന് അങ്ങറ്റം വരെ നിൽക്കുന്ന സകല ചെടികളിലും ഫ്രൂട്ടുള്ളതാണ്. എല്ലാ മരങ്ങളിലും ഇതുപോലെ ഇത് കട്ട് ചെയ്യുമ്പോൾ പാലിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. നേരെ നെടുക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റാർ ഫ്രൂട്ട്, മിൽക്ക് ഫ്രൂട്ട് സ്റ്റാറിൻ്റെ ആകൃതിയിലായിരിക്കും. ഇതിനകം നമുക്ക് സ്കൂപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ചെടിയാണ്. ഇവിടെ നിന്ന് ഈ ലാസ്റ്റ് എൻഡ് വരെയും വലിയ പ്ലാന്റുകൾ, നിരവധി പ്ലാന്റുകൾ ഞങ്ങളുടെ അടുത്ത് ഇപ്പം നിലവിലുണ്ട്. അങ്ങനെ ലാസ്റ്റ് എൻഡ് വരെയുള്ളതിലും ഫ്രൂട്ടുണ്ട്, കാണാൻ സാധിക്കും. ആ എൻഡിൽ വരെയും ഇതിൻ്റെ പർപ്പിൾ നിറച്ച ഫ്രൂട്ട് പിടിച്ച് നിൽപ്പുണ്ട്. അത് ഇപ്പോൾ തന്നെ ഉടൻ തന്നെ കാണിക്കാം. അതിൻ്റെയും 2 നിറത്തിലാണുള്ളത്, ഒന്ന് പച്ച, ഒന്ന് പുറം പർപ്പിൾ. അതെ, ഇവിടെയൊക്കെ എല്ലാ മരത്തിലും ഫ്രൂട്ട് ഇരിപ്പുണ്ട്. ഇത്രയും നാള് കറുത്ത ഞാവലിനെ കുറിച്ച്. അതെ 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 അതെ, ഇത് വെള്ള ഞാവൽ. അതെ അതെ. ഇതിൻ്റെ നിറം വൈറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത ഇത് 1 കൂടുതൽ വട്ടം കായ്ക്കും. പിന്നെ മറ്റേ ചെടി പോലെ സാധാരണ ഞാവൽ കായ്ക്കാനായിട്ട് വർഷങ്ങളെടുക്കും, 3, 4, 5 വർഷം എടുക്കും. ഇതങ്ങനൊന്നുമില്ല. ഏറിപ്പോയാൽ ഒരു നല്ലൊരു 400 രൂപ റേഞ്ചുള്ളൊരു തൈ വാങ്ങിക്കുകയാണെങ്കിൽ ഏറിപ്പോയാൽ ഒരു വർഷം 1.25 വർഷത്തിനുള്ളിൽ കായ്ക്കും. അത്ര. പിന്നെ ഇത് ഏറ്റവും നന്നായിട്ട് ചെറിയ പോട്ടിൽ വെച്ച് വളർത്താം. ഇതിന് ഒട്ടും വലിയ പോട്ട് വേണ്ട. സാധാരണ ഞാവൽ നമ്മൾ കണ്ടുള്ള 100 അടി പൊക്കമുള്ളതല്ലേ, ഇത് അങ്ങനൊന്നുമില്ല. സാർ ഇത് കഴിച്ച് ഇപ്പോൾ പഴുത്ത് തുടങ്ങി, ഒന്ന് കഴിച്ച് നോക്കിയതിനെപ്പറ്റി അറിയാൻ പറ്റും. ഇനിയുണ്ട്. ഇത് എന്തോ ഭാഗ്യത്തിന് ഇതെങ്ങനെ ഇപ്പോൾ പഴുത്തുമെന്നറിയില്ല, പ്രതീക്ഷിക്കാതെ പഴുത്തു നിന്നതാണ് ഇത്രയും. ഇത് മഹാട്ടോദേവ എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. ഇത് ആദ്യകാലങ്ങളിൽ വലിയൊരു വിശേഷപ്പെട്ട പഴമായിരുന്നു. ഈ നിറമാണ് ഇതിനകത്ത് എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്നൊരു സാധനം. ഇപ്പോൾ ഇഷ്ടം പോലെ കായ്ക്കും. കഴിക്കാനുള്ള ഫ്രൂട്ട് ഒരിക്കലും ഇത്രയും കായ്ച്ച് കണ്ടിട്ടില്ല. മക്കോട്ട ഇത് ഷുഗറിൻ്റെ മെഡിസിനാണ്. ഇതിൻ്റെ ഈ തോല്, ഈ പറഞ്ഞ ചുവന്ന കളറുള്ള തോല് കട്ട് ചെയ്ത് നമ്മൾ കുടംപുളി പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉണക്കി അതിനെ 45 ദിവസത്തോളം ഓരോ ദിവസം ഓരോ നുള്ള്, ഓരോ 3 വിരൽ കിട്ടുന്ന നുള്ളിട്ട് വെള്ളത്തിൽ ഓരോ ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് കൊടുത്താൽ വെള്ളം തിളപ്പിക്കുക, കുടിക്കുക. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ പൂർണ്ണമായിട്ടും മാറും എന്നാണ് പറയപ്പെടുന്നത്. ഇത് അത്ര കണ്ട് അധികം ആൾക്കാർ അങ്ങനെ വാങ്ങാറില്ല, പക്ഷെ നല്ല ഭംഗിയാണിത്. അതെ 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 അതെ. ജബോട്ടിക്കാബ മരമുന്തിരി വളരെ രസമുണ്ടല്ലോ ഇത് കാണാൻ. അതെ അതെ അതെ. ഇതിലെപ്പോഴും മിക്കവാറും സമയങ്ങളിൽ ഇതുപോലെ നിറച്ച ഫ്രൂട്ട് കാണും. ഞങ്ങളിന്ന് ഇതിന് പകുതി കൂടുതൽ ഫ്രൂട്ട് ഇന്ന് വിത്തിന് വേണ്ടിയിട്ട് എടുത്ത് ഇതിനകത്ത് നിന്ന്. നല്ല മധുരമുള്ള, അത്യാവശ്യം എല്ലാ ദിവസവും ഇങ്ങനെ ഫ്രൂട്ട് കിട്ടുന്ന നല്ലൊരു പ്ലാന്റാണിത്. വീട്ടിൻ്റെ മുറ്റത്ത് വയ്ക്കാൻ പറ്റിയതാണ്. ഇത് പോട്ടിൽ വയ്ക്കാം, നേരിട്ട് കഴിക്കാം. അതിനകത്ത് കളയാനൊരു കുരു മാത്രമേ ഉള്ളൂ. എസ്കാർലറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ കഴിച്ച ഫ്രൂട്ട്. എസ്കാർലറ്റ് ഇതിൻ്റെ റെഡ് ഹൈബ്രിഡ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല മധുരമായിരിക്കും, നല്ല ടേസ്റ്റാണ്. ആ കുരു മാത്രമേ കളയാനുള്ളൂ. വീട്ടിൻ്റെ മുറ്റത്തൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ല ഒരു ചെടിയാണ്.
ഇതിൻ്റെ പ്രക്കോഷ്യസ്, റെഡ് ഹൈബ്രിഡ്, എസ്കാർലറ്റ്, അങ്ങനെ കുറേ വെറൈറ്റികൾ, പിന്നെ ക്രിസ്റ്റൽ, അങ്ങനെ കുറേ വെറൈറ്റികൾ ഇനി ഇതിനകത്ത് കായ്ച്ചതുകൊണ്ട് കായ്ക്കാനുള്ളതുകൊണ്ട് ചെറിയ പ്ലാന്റുകൾ ഒരു 300 രൂപ മുതലുള്ള പ്ലാന്റുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെയും ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും 300 രൂപ മുതൽ മേലോട്ടുള്ള പ്ലാന്റുകളെല്ലാം നല്ല ചെടികൾ നിൽപ്പുണ്ട്. അച്ചാറിടാനും ജ്യൂസൊക്കെ ഉണ്ടാക്കാനൊക്കെ. അതെ, കൂടുതലും അച്ചാർ, അമ്പഴം, ഇതിനാണ്. അല്ലല്ല, അച്ചാറിടാൻ തന്നെയാണ്. നമ്മുടെ ഈ വലിയ 5 കിലോയുടെ ഒക്കെ ഡബ്ബ മാങ്ങാച്ചാർ എന്ന് പറഞ്ഞ് വരുന്ന മുഴുവൻ സാധനം ഇതാണ്. കാരണം എന്ന് വെച്ചാൽ മാങ്ങ സീസണിൽ വൺസല്ലേ ഉണ്ടാവുള്ളൂ. ഈ അമ്പഴത്തിന് എപ്പോഴും കിട്ടുന്നതുകൊണ്ട് അതാണ് ത്രൂ ഔട്ട് ഇത് കിട്ടുന്നത്. ഇതെല്ലാം അത്യാവശ്യം ഒരു വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് പുറത്തും കൂടെ കൊടുക്കാനായിട്ട് കിട്ടും. അത്രയ്ക്കും മാത്രം ഇത് നിറച്ച് കായ്ക്കും. ഇതിനങ്ങനെ റെസ്റ്റ് ഇല്ലാത്ത ചെടിയാണ്. പ്രത്യേകിച്ച് കാണാനില്ല, ഈ കുഞ്ഞു ചട്ടി തന്നെ ഞങ്ങൾ 1 വർഷത്തിൽ കൂടുതലായിട്ട് ഈ ചട്ടി തന്നെ ഇരിക്കുന്ന ചെടികളാണ്. ഈ പോട്ടിൽ നിന്ന് മാറ്റിയിട്ടേ ഇല്ല. ഒരു ഡ്രമ്മിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, അതിലും അധികം കിട്ടും. ഇതങ്ങനെ നോൺ സ്റ്റോപ്പാണ്. കാരണം ഇതിപ്പോൾ കായ്ച്ചു, ഞങ്ങളിപ്പോൾ വലിയ വിളഞ്ഞെടുത്തു, അടുത്ത അതിൻ്റെ ചെറുതായി, അത് വീണ്ടും ഇത് അടുത്ത പൂവിട്ടു, ഇങ്ങനെ ഈ റൊട്ടേറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കണം. ഗ്രാഫ്റ്റ് ചെയ്തെടുത്താലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് ചെമ്പകത്തിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട്. വലിയ വലിയ ചെമ്പകങ്ങളാണ് ഇപ്പം നമുക്ക് കൂടുതലും കോട്ടയാടിയിൽ വയ്ക്കാനും. ഇപ്പോൾ എല്ലാ വീടുകളിലും സാധാരണ ഒരു വലിയ വീടുകളിലൊക്കെ അത്യാവശ്യം ഒരു ചെമ്പകം മുറ്റത്ത് വയ്ക്കാറുണ്ട്. അതിൻ്റെ പല പല വെറൈറ്റികളുണ്ട്. ഡോർഫ് ടൈപ്പ് ഉണ്ട്, അതിൻ്റെ യെല്ലോ ആൻഡ് വൈറ്റ് ഉണ്ട്. ഇതൊക്കെ പുതിയൊരു വെറൈറ്റിയാണ്. ഫുൾ റെഡ് ഉണ്ട്. ഇതൊക്കെ ഫുൾ റെഡായിട്ടുള്ള ഇതിൻ്റെയൊക്കെ വലിയ പ്ലാന്റുകൾ ഒരു ഇപ്പോൾ 5000 രൂപയ്ക്ക് മുകളിലോട്ടുള്ളതൊക്കെ വലിയ വലിയ പ്ലാന്റുകൾ അവൈലബിൾ ആണ്. തറയുന്ന ഒരു 8 അടി പൊക്കം, 10 അടി പൊക്കം ഒക്കെയുള്ള പ്ലാന്റുകൾ. അതിൻ്റെ ചെറിയ പ്ലാന്റുകളും ഉണ്ട്. ഈ 150 രൂപ മുതൽ ഉള്ള പ്ലാന്റുകൾ അതുണ്ട്. ഇനി ഫ്ലവറിങ്ങിന് വേണ്ടി ഞങ്ങൾക്ക് മുകളിൽ തന്നെ, തൊട്ട് മുകളിൽ തന്നെ അടുത്ത് വേറെ ഷോപ്പുണ്ട്. അത് നിങ്ങൾക്ക് അടുത്ത് കാണിക്കാം. ഇതാ ഓറഞ്ച് ആണല്ലോ. അതെ, ഇത് നാഗ്പൂർ ഓറഞ്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. മധുരമൊന്നുമില്ല, കാഴ്ചയ്ക്ക് നമുക്ക് വീട്ടിൽ വയ്ക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു 50 കൂടുതലെങ്കിലും ഒരു വലിയ മരത്തിൽ കായ്ച്ചുകൊണ്ടേയിരിക്കും. നല്ല സൈസ് വയ്ക്കും. പുളിയില്ല, പക്ഷേ മധുരമില്ല, അങ്ങനെ അധികം മധുരമില്ല. ഇത് നമുക്ക് ജ്യൂസ് അടിക്കാൻ, മൊസാമ്പി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ഉപയോഗിക്കാം, അത്രയേ ഉള്ളൂ. ഇതങ്ങനെ അധികം മധുരമില്ല. ഒത്തിരി സമയമായി തോന്നുന്നു. സമയം ഞങ്ങൾ എടുത്തു. നമ്മളിനി എടുത്താൽ പോലും ഇനി തീരത്തില്ല, ഒത്തിരി ഉണ്ട്. നമുക്ക് വേറൊരു ദിവസം അതായിരിക്കും നല്ലത്, വന്നിട്ട് ചെയ്യാം. എന്നാലും ഈ നമ്മുടെ നഴ്സറിയെ കുറിച്ച് ഒന്ന് ചെറുതായി ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു നിർത്തിയ വലിയ ഉപകാരമായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ പറയാനുള്ളത്, ഞങ്ങളുടെ അടുത്ത് ഇനിയും എക്സോട്ടിക് ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ കായ്ച്ചതും കായ്ക്കാനുള്ളതുമായിട്ടുള്ള കുറച്ച് നല്ല പരിചയപ്പെടേണ്ട കുറച്ച് വെറൈറ്റീസ് ഇനിയും ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് നിർത്താം. പിന്നെ ഇപ്പോൾ നിലവിൽ നമ്മുടെ സർവീസ് ഇതിനകത്ത് ഈ കണ്ട പ്ലാന്റുകളിൽ നമ്മൾ കണ്ട മരങ്ങളെല്ലാം നമ്മളിപ്പോൾ നിലവിൽ അവിടെ സൈറ്റിൽ ചെന്ന് അതിൻ്റെ വളങ്ങൾ, അതിൻ്റെ ബാക്കി കാര്യങ്ങളുമായിട്ട് ഞങ്ങളിവിടെ ആൾക്കാർ പോയി നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പരിമിതി അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും. ഡ്രമ്മിലാണെങ്കിൽ അങ്ങനെ, ചെറിയ പോട്ടുകളിലാണെങ്കിൽ അങ്ങനെ, അല്ല വെജിറ്റബിൾ ഗാർഡനായിട്ടാണെങ്കിൽ അങ്ങനെ, അതെല്ലാ സ്ഥലത്തും ഞങ്ങളിപ്പോൾ ചെയ്തു വരുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും. പിന്നെ വേറെ ഇനി അതിനെപ്പറ്റി അല്ലല്ല, ഇവിടെ ഞങ്ങൾക്ക് ഒരു 11ഓളം സ്റ്റാഫ് ഇവിടെ ഉണ്ട്. അവരായിരിക്കും കൂടുതലും സൈറ്റിൽ പോകുന്നത്, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള വേറെ പണിക്കാരുണ്ട്. പിന്നെ അവർക്ക് പീരിയോഡിക്കലായിട്ട് ചെയ്യാൻ വേണ്ടി നിർദ്ദേശങ്ങളൊക്കെ. അതെ, അങ്ങനെയല്ല, നമ്മൾ ആദ്യം പ്ലാന്റ് ചെയ്തതിന് ശേഷം കുറച്ച് വളങ്ങളും മറ്റു കാര്യങ്ങളും എത്ര ഡ്യൂറേഷനിൽ ഇനി വളം കൊടുക്കണം എന്നുള്ളതിനെപ്പറ്റി കാര്യങ്ങൾ പറഞ്ഞു വരും. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് ഞങ്ങളൊരു വിസിറ്റ് ഞങ്ങൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവർ വിളിക്കും. ഒരു 6 മാസം കഴിഞ്ഞ് ഈ കാർഡ് ഇതിനകത്ത് നമ്മൾ നടേണ്ട രീതിയാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഒരു ചെടി സാധാരണ നമ്മളൊരു പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 1000 രൂപയുടെ മരം വാങ്ങിക്കഴിഞ്ഞാൽ ആ മരത്തിനൊത്തൊരു കുഴി എടുക്കുന്നു, വയ്ക്കുന്നു, 1 കിലോ ചാണകപ്പൊടി പേരിനിടുന്നു, എന്നിട്ട് നഴ്സറിക്കാരെ കുറ്റം പറയും. ഇതാണ് സ്വാഭാവികമായിട്ടുള്ള സമൂഹത്തിൽ നടക്കുന്ന കാര്യം. ശരിക്കും ഞങ്ങൾ നടന്ന രീതി ഇതിൽ കണ്ടില്ലേ, 1 മീറ്റർ നീളവും 3 അടി നീളവും വീതിയും ആഴമുള്ള ഒരു കുഴി എടുത്ത് എടുത്ത് കരയിലിട്ട മണ്ണിൽ 20 കിലോ ചാണകപ്പൊടി, 2 കുട്ട ഉണക്ക ചാണകപ്പൊടി, 1 കിലോ എല്ലുപൊടി, 1 കിലോ വേപ്പമുണ്ടാക്ക്, 1 കിലോ ഡോളോമേറ്റ് അല്ലെങ്കിൽ PH ബൂസ്റ്റർ, ഇത്രയും ഇട്ട് നമ്മൾ സാധാരണ 1 കുട്ട കരിയിലയും കൂടെ അടിയിലിടും. ഈ കുഴിയുടെ ഏറ്റവും അടിഭാഗത്തോടെ 1 കുട്ട കരിയിലയും ഇട്ട് ഈ മണ്ണ് മുഴുവനായിട്ട് ഈ കുഴിയിലോട്ട് നികത്തി ഒരു കൂന പോലെ ആക്കിയിട്ട് അതിൻ്റെ നടുക്ക് മധ്യഭാഗത്തായിട്ട് ഒരു ചെറിയൊരു പിള്ളക്കുഴി എടുത്തിട്ട് ബഡ് പൂർണ്ണമായിട്ടും കാണുന്ന രീതിയിലാണ്, ആ രീതിയിലായിരിക്കും ഞങ്ങൾ ഈ വലിയ പ്ലാന്റുകളെല്ലാം വയ്ക്കുന്നത്. ഈ റംബൂട്ടാൻ, ഈ പറഞ്ഞതുപോലെ ഈ മാവ്, എല്ലാ വിവിധ ഇനങ്ങൾ മാവുകൾ, അങ്ങനെയുള്ള വലിയ വലിയ മരങ്ങളെല്ലാം അങ്ങനെ വേണം ചെയ്യാൻ. ഈ ബാക്കി ലൗലോലിക്ക, ചാമ്പയ്ക്ക, നെല്ലി, പുളിഞ്ചി, ചെറിയ ചെറിയ ഐറ്റങ്ങൾക്ക് 60 സെൻറ്റിമീറ്ററുള്ള കുഴി മതിയാവും. അപ്പോൾ വളം ഈ പറഞ്ഞതിൽ പകുതിയും മതിയാവും. ഇങ്ങനെ നട്ടാൽ മാത്രമേ അടിവളം, മെയിൻലി അടിവളം കൊടുത്താൽ മാത്രമേ പ്ലാന്റുകളെല്ലാം നന്നായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന സമയം കൊണ്ട് മുകളിലോട്ട് കയറി വരുള്ളൂ.
അല്ലാതെ ഈ ചെറിയ ഒരു തോതിൽ വളം കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ നട്ട് കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞ് വളം കൊടുത്ത് തുടങ്ങണം. എല്ലാ 40 ദിവസം കൂടുമ്പോഴും വളം കൊടുക്കണം. എന്ത് വളമാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മേൽവളങ്ങൾ തന്നെ മതി. എല്ലാ 6 മാസം കൂടുമ്പോഴും ഒരു കൈപ്പിടി നിറച്ച് 18 ഏതെങ്കിലും രാസവളം കൊടുക്കുന്നത് എല്ലാ മരങ്ങൾക്കും നല്ലതായിരിക്കും. പിന്നെ ഇലതീനിപ്പുഴു, വെട്ടിക്കളയുന്ന പ്രവണത അങ്ങനെയൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള കെമിക്കലുകൾ ആദ്യം കൊടുത്താൽ നല്ലത്. 100% ജീവിതത്തിലൊന്നും ഈ പറഞ്ഞ മാവുകളെയും പ്ലാവുകളെയും രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റില്ല. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണ്. ജൈവം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അത്രത്തോളം വിലയുണ്ട് ജൈവത്തിന്, നല്ല മരുന്നിനൊക്കെ. ഇത്രയാണ്. വരുന്നതിന് മുമ്പ് നമുക്ക് അതെ ചെയ്യാം. അത് ഫ്രൂട്ടിംഗ് ടൈമിൽ നമുക്ക് മാറി ചിന്തിച്ചാൽ മതി. അതിന് വേണ്ട കുറച്ച് ബാഗുകൾ കവറിട്ട് സംരക്ഷിക്കാം. അതുപോലെ ഇപ്പോൾ കണ്ടുപോലെ ട്രാപ്പുകളൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ സ്റ്റിക്കി പാഡൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് കുറേ കെണികൾ അതിനൊക്കെ ഒരുക്കാൻ പറ്റും. ഇതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. റോയൽ ഗ്രീൻ ഹൗസിൻ്റെ കോംബോ ഓഫർ ഇവിടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 34ഓളം ചെടികളിൽ നിന്നും 5 തൈകൾ വെറും 1000 രൂപയ്ക്ക് നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു അത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ 34 ചെടികളിൽ ഏതെങ്കിലും 5 എണ്ണം സെലക്ട് ചെയ്താൽ അതിന് 1000 രൂപ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ അവസാനിച്ച് ഉടനെ തന്നെ കോംബോ ഓഫർ ആരംഭിക്കുകയാണ്. അപ്പോൾ അത് തുടങ്ങുന്ന മുറയ്ക്ക് അതിൻ്റെ വിവരം നമ്മുടെ ഈ ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ റോയൽ ഗ്രീൻ ഹൗസിൽ എത്താനുള്ള വഴി പറഞ്ഞു തരാം. അതായത് തിരുവനന്തപുരത്ത് നിന്നും യാത്ര ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ശ്രീകാര്യത്തിനും കഴക്കൂട്ടത്തിനുമിടെ ഗുരുമന്ദിരത്തിനടുത്താണ്, അടുത്തുള്ള പാങ്ങപ്പാറ എന്ന സ്ഥലത്താണ് റോയൽ ഗ്രീൻ ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരും ഇവിടെ വന്ന് കാണുകയാണെങ്കിൽ നമുക്കിവിടെ ആവശ്യമുള്ള തൈകൾ വാങ്ങിക്കൊണ്ട് പോകാം. അതുപോലെ തന്നെ നടുന്നതിനുള്ള മറ്റ് സാമഗ്രികളും ഇവിടെ ലഭ്യമാണ്. എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.